ഈ ചൂട് വെള്ളത്തിൽ ഞാൻ ഉരുകി ഒലിക്കുകയാണ്. ഞാൻ ഉരുകുമ്പോൾ എന്റെ ഉള്ളിലെ കെമിക്കൽസ് നീ കുടിക്കുന്ന വെള്ളത്തിൽ കലരും. പ്ലീസ്, ഇതിന് പകരം ഒരു സ്റ്റീൽ ഗ്ലാസോ സെറാമിക് കപ്പോ ഉപയോഗിക്കൂ. ഞാൻ നിങ്ങളുടെ വീട്ടിലെ പാനാണ്. എന്റെ ഉള്ളിലെ കോട്ടിംഗ് ഇളകിയിട്ടുണ്ടെങ്കിൽ ഉടൻ എന്നെ ഉപേക്ഷിക്കൂ. തീ തട്ടുമ്പോൾ ആ വിള്ളലിലൂടെ ഭക്ഷണത്തിലേക്ക് വിഷം കലരാൻ സാധ്യതയുണ്ട്. ഈ ചൂടുള്ള ഭക്ഷണം എന്റെ ഉള്ളിൽ നിറയ്ക്കുന്നതൊന്ന് നിർത്താമോ? ആ ചൂടിൽ ഞാൻ ഉരുകി എന്റെ ഉള്ളിലെ വിഷം നിന്റെ ഭക്ഷണത്തിലേക്ക് കലർത്തുകയാണ്. അടുത്ത തവണ വരുമ്പോൾ വീട്ടിൽ നിന്നൊരു സ്റ്റീൽ പാത്രമോ മറ്റോ കയ്യിൽ കരുത്. ഞാൻ മെലാമൈൻ പ്ലേറ്റാണ്. കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഞാൻ നിന്നെ പറ്റിക്കുകയാണ്. മൈക്രോവേവിൽ എന്നെ വെച്ചാൽ ഭക്ഷണത്തിലേക്ക് ഞാൻ വിഷാംശങ്ങൾ പുറത്തുവിടും. തണുത്ത വിഭവങ്ങൾക്ക് മാത്രം എന്നെ ഉപയോഗിക്കൂ. ഞാൻ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡാണ്. എന്നിലെ ഓരോ പോരലുകളും ബാക്ടീരിയകളുടെ ഒളിത്താവളമാണ്. ഒരിക്കലും ഇതിൽ പച്ചക്കറികൾ അരിയരുത്. പകരം മരത്തിന്റെയോ സ്റ്റീലിന്റെയോ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കൂ. ഞാൻ പഴയ കിച്ചൺ സ്പോഞ്ചാണ്. നിഷ്കളങ്കനെന്ന് തോന്നുമെങ്കിലും ടോയ്ലറ്റ് സീറ്റിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ എന്നിലുണ്ട്. എന്നെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കൂ. ഞാൻ പത്രക്കടലാസാണ്. അച്ചടി മഷിയിൽ അടങ്ങിയിരിക്കുന്ന ലെഡ് വളരെ വിഷകരമാണ്. ഒരിക്കലും പൊരിച്ച പലഹാരങ്ങൾ എന്റെ മുകളിൽ വെക്കരുത്.